ഹലോ ഗൈസ്, താങ്ക്സ് ഫോർ ചെക്കിംഗ് ബാക്ക് ഓൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ്. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ സ്റ്റൈലിലുള്ള കൂർക്കയിട്ട ബീഫ് കറിയുടെ റെസിപ്പിയാണ്. തൃശ്ശൂർ ജില്ലയിലും അതുമാതിരി തന്നെ അങ്കമാലിയിലൊക്കെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് ബീഫും കൂർക്കയും. ഞായറാഴ്ച ബീഫ് മേടിക്കുമ്പോൾ അതിൽ കുറച്ച് കൂർക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ഏത്തക്ക ഇട്ട് വെക്കുന്നത് നമ്മളുടെ തൃശ്ശൂർകാരുടെ ഒരു പ്രത്യേകതയാണ്. ബീഫിൽ കൂർക്കയിട്ട് കറി വെക്കുമ്പോൾ നമ്മളുടെ ബീഫിന്റെ നെയ്യെല്ലാം കൂടെ നമ്മളുടെ കൂർക്കയിലേക്ക് പിടിച്ച് ആ കൂർക്ക തന്നെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ബീഫ് കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിന് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബീഫ് ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിലും കുറേ ആൾക്കാർക്ക് സെർവ് ചെയ്യാനായിട്ട് ഈ റെസിപ്പിയിലൂടെ നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ ബീഫ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത്. ഗൈസ്, അതുമാതിരി തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മടി കൂടാണ്ട് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. ഗൈസ്, ആദ്യമായി തന്നെ നമുക്ക് സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കി നമ്മുടെ കൂർക്ക നമുക്കൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മൾ ചെറുതായിട്ടാണ് കൂർക്ക കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ട് കൂർക്കയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ റെസിപ്പിക്കായിട്ട് നമ്മൾ കൂർക്ക കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബീഫിൽ ഇത് ആഡ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കൂർക്കയ്ക്ക് അത് ചെറിയൊരു കട്ടുചവ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കയ്പുണ്ട്. അത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കുക്ക് ചെയ്ത് അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ടേസ്റ്റിൽ കിട്ടാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. തൃശ്ശൂർ ഭാഗത്തുള്ള മിക്കതും തന്നെ കൂർക്ക നമ്മുടെ ബീഫിലിട്ട് ഒന്നിച്ചാണ് കുക്ക് ചെയ്യാറ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ കാണിക്കുന്ന രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ടേസ്റ്റ് കിട്ടാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. ഗൈസ്, നമ്മളുടെ കൂർക്ക നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. കൂർക്ക നന്നായി കുക്കായി ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫാക്കി ഇതിലെ വെള്ളം ഊറ്റി കളഞ്ഞെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മളിവിടെ നല്ല നെയ്യുള്ള ബീഫ് 1 കിലോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 2 കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല, 1 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് വെച്ച് ബീഫ് നന്നായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹോം മെയ്ഡ് ഗരം മസാലയുടെ റെസിപ്പി അതുമാതിരി തന്നെ ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. ഗൈസ്, നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. അതിന് ഏകദേശം നമ്മളൊരു 100 ഗ്രാം ഫാറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ മേടിച്ചിട്ടുണ്ട്. നമ്മൾ കൂർക്കയിട്ട് കറി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരത്തില്ല. നമ്മുടെ ബീഫിൻ്റെ ഫാറ്റിൽ നമ്മളുടെ കൂർക്ക നന്നായിട്ട് വേവുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. ബീഫ് മേടിക്കുമ്പോൾ കുറച്ച് നെയ്യുള്ള ബീഫ് മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബീഫ് ഫാറ്റ് ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം സ്റ്റവ് ഓണാക്കി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ നമുക്ക് ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ച് 3 കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ജിഞ്ചർ, 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക് കൊണ്ട് ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. നമ്മളുടെ ജിഞ്ചറും ഗാർലിക്കും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് വളരെ തിന്നായി സ്ലൈസ് ചെയ്തെടുത്ത 4 സവോള നമുക്കിതിലേക്ക് ഇടാം. സവോളയുടെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് കൂടെ തന്നെ നീളത്തിലരിഞ്ഞ 4 ഗ്രീൻ ചില്ലിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, നമ്മളുടെ സവോള നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത 2 തക്കാളി ഇടാം. തക്കാളി ഇട്ടതിന് ശേഷം വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മളുടെ തക്കാളിയും സവോളയും നന്നായി കുക്കാകുന്നവരെ വീണ്ടും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണുന്ന മാതിരി നമ്മളുടെ ഒനിയനും ടൊമാറ്റോയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന മാതിരി ഒനിയനും ടൊമാറ്റോയും നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് നമ്മളുടെ ഒനിയനും ടൊമാറ്റോയും സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
സ്പൈസസ് നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബാക്കിയുള്ള മസാലയുമായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂർക്കയും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, നമ്മൾ ഇന്ന് ബീഫ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 2 വിസിൽ സിമ്മറിലുമാണ്. എൻ്റെ കുക്കറിൻ്റെ അനുസരിച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റൗവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് 3 വിസിൽ അടിച്ചാൽ നമ്മളുടെ ബീഫ് നന്നായിട്ട് തന്നെ കുക്കാവും. പക്ഷെ അത് നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൻ്റെ സ്ട്രെങ്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കറിൻ്റെ ബ്രാൻഡിൻ്റെ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ബീഫ് നന്നായിട്ട് കുക്കാവുന്നവർ വേവിക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. നമ്മുടെ കൂർക്കയും ബീഫും മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാനിൻ്റെ ലിഡ് വെച്ച് സ്റ്റവിൻ്റെ ഫ്ലെയിം നമുക്കൊരു മീഡിയത്തിലേക്ക് ഇട്ട് 10 തുടങ്ങി 15 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മാതിരി ഇതിനകത്ത് അത്യാവശ്യം ഗ്രേവി ഉണ്ട്. ഈ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് വറ്റണം. അതുകൊണ്ടാണ് നമ്മൾ 10 തുടങ്ങി 15 മിനിറ്റ് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബീഫും കൂർക്കയും നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ മാതിരി നമ്മളുടെ നെയ്യൊക്കെ തിളച്ച് മുകളിൽ വന്നിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് നമുക്ക് 2 കറിവേപ്പിലയും ഫ്രഷായി പൊടിച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ബീഫും കൂർക്കയും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മളുടെ ബീഫും കൂർക്കയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ കൂർക്ക നമ്മളുടെ ബീഫിന്റെ നെയ്യിൽ കുക്കായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ബീഫ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, ബീഫ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷ് തന്നെയാണിത്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കുറേ റിവ്യൂ ഞാൻ തന്നെ പറയാണ്ട് നിങ്ങൾ ഉണ്ടാക്കിയത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. അത്രയ്ക്ക് നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പി തന്നെയാണിത്. തൃശ്ശൂരുകാരുടെ അല്ലെന്നുണ്ടെങ്കിൽ അങ്കമാലിക്കാരുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ റെസിപ്പീസ്, പുതിയ ഐഡിയാസ് കിട്ടുവാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ഡിലൈറ്റ്. സീ യു വിത്ത് ഡിഫറെന്റ് വീഡിയോ. ബൈ.